അങ്ങനെ 2024 പാരീസ് ഒളിമ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ ഒളിമ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏകദേശം 3000 വർഷത്തോളം പഴക്കമുള്ള ഒരു മെഗാ ഇവന്റ് ആണ് ഒളിമ്പിക്. അപ്പോൾ 3000 വർഷം പഴക്കമുണ്ടെങ്കിലും ഇത് പലതവണ ബാൻ ചെയ്യപ്പെട്ടാണ്. അത് എത്ര പേർക്കറിയാം? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത്, അതുപോലെ തന്നെ ഒളിമ്പിക്കിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം, അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്കിൽ അതായത് ഇന്ത്യയിൽ നിന്നും കുറേയധികം അത്ലീറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അത്ലീറ്റ്സ് എല്ലാം തന്നെ എത്ര ഗോൾഡ് മെഡൽ, എത്ര സിൽവർ മെഡൽ, അതുപോലെ തന്നെ എത്ര ബ്രോൺസ് മെഡൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ, വീഡിയോ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പൊ വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒളിമ്പിക് എന്ന് പറഞ്ഞ ഈ ഒരു മെഗാ ഇവന്റ് ഏകദേശം 3000 വർഷത്തോളം പഴക്കമുണ്ടെന്ന്. ആദ്യമായിട്ട് ഈ ഒളിമ്പിക് സ്റ്റാർട്ട് ആവുന്നത് ഗ്രീസിൽ വെച്ചാണ്. അപ്പോൾ അന്നത്തെ ഗ്രീസിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ഗ്രീസ് എന്ന് പറയുന്ന ഒറ്റ ഭരണകൂടം അല്ലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതായത് ഗ്രീസ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറേയധികം ചെറിയ ചെറിയ സ്റ്റേറ്റ്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ സ്റ്റേറ്റ്സിലെല്ലാം തന്നെ ഓരോ ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവർ വിചാരിക്കുന്നു, അതായത് ഏൻഷ്യൻ ഗ്രീക്ക് ആൾക്കാരെല്ലാം വിചാരിക്കുന്നു, അതായത് ഇങ്ങനെ ഒളിമ്പിക് പോലെയുള്ള ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യാന്ന്. അപ്പോൾ ഈ ഒളിമ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട്, അതായത് ഇങ്ങനെയുള്ള ഒരു സ്പോർട്സ് ഇവന്റ് ആയിട്ടല്ല, അതായത് ഒരു റിലീജിയസ് ഇവന്റ് ആയിട്ടാണ് ആദ്യമായിട്ട് ഈ ഒളിമ്പിക് സ്റ്റാർട്ട് ആവുന്നത്. അതായത് ഏൻഷ്യൻ ഗ്രീക്കിലുള്ള ദൈവങ്ങളെ ഒരു ഹോണർ ചെയ്യുന്ന വിധത്തിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ആവുന്ന ഒളിമ്പിക്സിൽ ഈ ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഒരുമിച്ച് വന്നുകൂടുകയും അവര് കോമ്പീറ്റ് ചെയ്യുകയും അങ്ങനെ അവര് ഈ അത്ലറ്റ് ആയി ജയിച്ച് അവർ തിരിച്ചു മടങ്ങിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇന്നത്തെ ഒളിമ്പിക് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആദ്യം ഇത് സ്റ്റാർട്ട് ആവുന്നത് ഒരു റിലീജിയസ് ഇവന്റ് ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു റിലീജിയസ് ഇവന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും ആദ്യം തന്നെ ഒരു സത്യപ്രതിജ്ഞ പോലെ എടുക്കുമായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ദൈവത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട് തന്നെ ഇതിൽ ഒരു തട്ടിപ്പോ ചീറ്റിങ്ങോ ഒന്നും നടക്കരുത് എന്ന് എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും ഇത് കണ്ടിരുന്നത്. ഇത് സ്പോർട്സിനെക്കാട്ടിലും കൂടുതൽ ഒരു റിലീജിയസ് ഇവന്റ് ആയിട്ടായിരുന്നു ആദ്യം കണ്ടിരുന്നത്. അങ്ങനെ ഓരോ 4 വർഷത്തിലൊന്നായിരുന്നു ഈ ഒളിമ്പിക് നടക്കാൻ തുടങ്ങിയത്. എല്ലാ 4 വർഷത്തിലും ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു മാസങ്ങളാവുമ്പോഴായിരുന്നു അന്ന് ഗ്രീസിൽ വെച്ച് ഈ ഒളിമ്പിക് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഈ 4 വർഷത്തിൽ നടക്കുന്ന ഈ ഒളിമ്പിക്കിൽ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് എല്ലാ സ്റ്റേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ യുദ്ധങ്ങളെല്ലാം തന്നെ ആ സ്റ്റേറ്റ് ഈ ഒളിമ്പിക് നടത്താൻ വേണ്ടി നിർത്തിവെക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നു. അതായത് ഈ ഒളിമ്പിക് നടക്കുന്ന ആ ഒരു വർഷങ്ങൾ മാത്രം ഈ ഒരു യുദ്ധങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും നിർത്തിവെക്കും. അതിനുശേഷം ഈ ഒളിമ്പിക് കഴിഞ്ഞതിന് ശേഷം മാത്രമോ ആ യുദ്ധം തുടരുമായിരുന്നു. കാരണം അത്രമാത്രം വിശ്വാസമായിരുന്നു അന്ന് ഗ്രീക്കിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഈ ഒളിമ്പിക് എന്ന് പറയുന്ന ഈ ഒരു ഈവന്റിലോട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ 776 BC-യിലാണ് ആദ്യമായിട്ട് ഈ ഒളിമ്പിക് സ്റ്റാർട്ട് ആവുന്നത്. ഒളിമ്പിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ ഒളിമ്പിക് സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം, അതായത് ആദ്യത്തെ ഒളിമ്പിക് എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പോലെ ഇത്ര ഡിഫറെന്റ് സ്പോർട്സ് ഇവന്റ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. അതായത് വളരെ ചുരുങ്ങിയ ഒരേ ഒരു റേസ് ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, അതും 200 മീറ്റർ. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും അതായത് ആൾക്കാർക്ക് ഇത് ബോർ അടിക്കാൻ തുടങ്ങി. അതായത് ഒരു ഇവന്റ് മാത്രമാകുമ്പോൾ എല്ലാവർക്കും ബോർ അടിക്കും, അതും 4 വർഷം കാത്തിരുന്നതിന് ശേഷം ഒരേ ഒരു ഇവന്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിലോട്ട് ജാവലിൻ ത്രോ, ഡിസ്കസ്, ബോക്സിംഗ്, റെസ്ലിംഗ്, അതുപോലെ തന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഇങ്ങനെയുള്ള പല ഇവന്റും ഇതിലോട്ട് ആഡ് ചെയ്യാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ടും ഇൻട്രസ്റ്റിംഗ് ആവാനും തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ഒളിമ്പിക്കിൽ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അത്ലീറ്റ്സ് എല്ലാം തന്നെ ഡ്രസ്സ് ധരിക്കാറായിരുന്നു ഈ ഇവന്റിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. അന്ന് കൂടുതലും മരത്തോടെല്ലാം വെച്ച് ഉപയോഗിക്കുന്ന ഡ്രസ്സസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തന്നെ അന്ന് ഡ്രസ്സ് ധരിക്കാതെയായിരുന്നു. കാരണം ഇത് കീറിപ്പോകും, അതായത് റെസ്ലിംഗ്, ബോക്സിംഗ് എല്ലാം ചെയ്യുമ്പോൾ കീറിപ്പോകായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഒളിമ്പിക്കിലെല്ലാം തന്നെ എല്ലാവരും ന്യൂഡായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഈ ഒളിമ്പിക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ തിരിച്ച് അവരുടെ കൺട്രിയിലോട്ടും സ്റ്റേറ്റിലോട്ടെല്ലാം പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് എല്ലാവരും സ്റ്റേറ്റിലോട്ട് വന്ന് ഇവർക്ക് ഒരു വമ്പിച്ച സ്വീകരണമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പുതിയ ഈവന്റ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രീക്കുകാർക്ക് ഇത് കൂടുതലും ഒരു ഇൻട്രസ്റ്റിങ്ങും എന്തുവാസ്റ്റിക്കും ആവാൻ തുടങ്ങി. അതുമാത്രമല്ല ഇത് അവരുടെ കൾച്ചറായിട്ടാണ് അവർ കാണാൻ തുടങ്ങി. അതായത് ഒരു സ്പോർട്സ് ഇവന്റിനെക്കാട്ടിലും കൂടുതലും ദൈവത്തിനെ ഹോണർ ചെയ്യുന്ന ഒരു ഇവന്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു റിലീജിയസ് ഇവന്റ് പോലെയായിരുന്നു അന്നത്തെ ഗ്രീക്കുകാരെല്ലാം തന്നെ കണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗ്രീക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മൊത്തം റോമൻ എംപയർ ഫുൾ ആയിട്ടും പിടിച്ചെടുക്കുന്നത്. അപ്പോൾ റോമൻ എംപയർ ആൾക്കാരുടെ കയ്യിലോട്ട് ഇത് ഫുൾ ആയിട്ടും കിട്ടിയതിന് ശേഷം അവർ അതായത് ഈ ഒളിമ്പിക് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റിനെ അവർ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് പോലെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഗ്രീക്കുകാരെ സംബന്ധിച്ചോളം ഇതൊരു റിലീജിയസ് ഈവന്റ് ആയിട്ടായിരുന്നു അവർ കണ്ടക്ട് ചെയ്തിരുന്നത്.
പക്ഷേ ഈ റോമൻ ആൾക്കാർ വിചാരിക്കുന്നു അതായത് ഇത്രയും പ്രായമുള്ള ആൾക്കാരെല്ലാം തന്നെ അതായത് ഈ ഓടുകയും ചാടുകയും എല്ലാം ചെയ്യുന്നത് ഒരു കോമാളിത്തരവും അതുപോലെ തന്നെ ഇതൊരു കോമഡി പോലെയാണ് അവർ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതായത് ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ട് കണ്ടാൽ മതി എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4ാമത്തെ സെഞ്ചുറി ആയി കഴിഞ്ഞപ്പോൾ റോമനിലുള്ള രാജഭരണം അതായത് അവിടെ ഫുള്ളും ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്യുന്നത്, അതായത് റോമൻ എംപയർ ഫുള്ളും ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്യുന്നതും. അങ്ങനെ ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള രാജാക്കന്മാർ വിചാരിക്കുന്നു അതായത് ഇനി ഇതിന്റെ ആവശ്യമില്ല, അതായത് ഗ്രീക്കാരുടെ ഒരു കൾച്ചറായിരുന്നു, പക്ഷെ ക്രിസ്ത്യൻ കൾച്ചറുമായിട്ട് ഇത് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഒളിമ്പിക് നടത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തിയോഡറസ് I എന്ന് പറയുന്ന അദ്ദേഹം ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്യുന്നു. അതായത് ഈ ഒരു ഒളിമ്പിക് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്യുന്നു. അതിനുശേഷം അതായത് പിന്നീട് ഗ്രീക്കാർക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം ഗ്രീക്കാർ പലപ്പോഴും ഇത് റിവൈവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇന്നത്തെ ഒളിമ്പിക്കായി മാറിയത് 19ാം നൂറ്റാണ്ടിൽ കൂബർട്ടിൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഡ്യൂക്കേറ്ററും അതുപോലെ തന്നെ ഹിസ്റ്റോറിയനുമായ അദ്ദേഹം ഇതിനെക്കുറിച്ച് അതായത് ഈ ഒരു ഒളിമ്പിക് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഐഡിയോളജി എല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതായത് ഈ ഒരു ഒളിമ്പിക് നടത്തുന്ന സമയത്ത് ഗ്രീക്കിൽ ഫുള്ളായിട്ടും പീസ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതായത് ഈവൻ യുദ്ധങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് സീസ്ഫയർ അവിടെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത്രമാത്രം ഒരു നല്ലൊരു ഇവന്റായി കരുതി അദ്ദേഹം 19ാമത്തെ സെഞ്ചുറി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു എങ്ങനെയും ഒളിമ്പിക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാ രാജ്യത്തിനും ഒരു പീസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ എല്ലാ രാജ്യവും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ഈ ഒളിമ്പിക്കിനെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് 1894 അദ്ദേഹം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ ലോകത്തുള്ള എല്ലാ രാജ്യത്തുള്ള ആൾക്കാരെയും വിളിക്കുന്നു. അതിൽ ഏകദേശം 13 നേഷൻസോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ എല്ലാ ആൾക്കാരുടെ അടുത്തും പറയുന്നു അതായത് ഇങ്ങനെ ഒരു ഇവന്റ് നടത്താം. അങ്ങനെ 1894 IOC അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റീനെ രൂപീകരിക്കുന്നു. ഇതിലോട്ട് വേണ്ട മെമ്പേഴ്സിനെല്ലാം തന്നെ അതേ വർഷം സെലക്ട് ചെയ്യുന്നു. അങ്ങനെ രൂപീകരിച്ച് ഈ കമ്മിറ്റി എല്ലാം തന്നെ ഒരുമിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് ഇങ്ങനെ ഒളിമ്പിക് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ. അങ്ങനെ 1896 ആദ്യമായിട്ട് 19ാമത്തെ സെഞ്ചുറിയിൽ വീണ്ടും ആദ്യമായിട്ട് ഒളിമ്പിക് ഫുള്ളായിട്ടും നടത്തുന്നു. അപ്പോൾ ഈ ഒരു ഒളിമ്പിക്കിൽ ഏകദേശം 13 രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ തന്നെ 9 ഡിഫറെന്റ് സ്പോർട്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒളിമ്പിക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് 1900 ആയപ്പോൾ പാരീസിൽ വെച്ച് 2ാമത്തെ ഒളിമ്പിക് കണ്ടക്ട് ചെയ്യുന്നു. ഇതെല്ലാം മോഡേൺ ഒളിമ്പിക് കേട്ടോ. പിന്നീട് 1904 ആയി കഴിഞ്ഞാൽ സെന്റ് ലൂസിസിലും അതുപോലെ തന്നെ 1908 ലണ്ടനിലും 1912 ഈ ഒളിമ്പിക് കണ്ടിന്യൂസ് ആയി നടത്തപ്പെടുന്നു. പിന്നീട് ബെർലിനിൽ വെച്ചിട്ടായിരുന്നു അടുത്ത ഒളിമ്പിക് നടത്തേണ്ടത്, പക്ഷെ ആ ഒരു വട്ടം നടക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1ാം ലോക മഹായുദ്ധം ആ ഒരു സമയത്തായിരുന്നു നടക്കുന്നത്. പിന്നീട് 1939 തൊട്ട് 1945 വരെ 2ാമത്തെ ലോക മഹായുദ്ധം വരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തും ഈ ഒരു ഒളിമ്പിക് കംപ്ലീറ്റ് ആയിട്ടും വേണ്ടാന്ന് വെക്കുന്നു. പിന്നീട് 1948 അതായത് അന്നത്തെ ലണ്ടനിൽ വെച്ചിട്ടാണ് വീണ്ടും മോഡേൺ ഒളിമ്പിക് വീണ്ടും സ്റ്റാർട്ട് ആവുന്നത്. അതായത് 1948 ശേഷം ഇത് കൂടുതലും എക്സ്പാൻഡ് ആയി കൂടുതൽ ആൾക്കാരും അതുപോലെ തന്നെ കൂടുതൽ രാജ്യങ്ങളും ഇതിന്റെ ഉള്ളിലോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ 1948 ശേഷം പുതിയ പുതിയ റൂൾസും പുതിയ പുതിയ ഈവന്റ്സും അതുപോലെ തന്നെ കുറേയധികം രാജ്യങ്ങളെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ടെക്നോളജി കൂടുതലായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇതിന്റെ ലൈവ് ടെലികാസ്റ്റിംഗ് എല്ലാം തന്നെ ടിവിയിലും മറ്റു കാര്യത്തിലെല്ലാം തന്നെ പിന്നീട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും തുടങ്ങി. അതിനുശേഷമാണ് വിന്റർ സ്പോർട്സും ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതും. അപ്പോൾ ഇതാണ് ഒളിമ്പിക്കിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മിസ്സായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. See you next video.